നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കറണ്ട് അഫെയറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേരള മന്ത്രിസഭ 2026. അടുത്ത 10th പ്രിലിംസ് എക്സാം എഴുതുന്നവർ നിർബന്ധമായിട്ടും ഇത് പഠിച്ചിരിക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, 2026 പുതിയ മന്ത്രിസഭയിൽ ധനകാര്യം, നിയമം, ആസൂത്രണം, സാമ്പത്തിക കാര്യം എന്നീ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വിജയിച്ച നിയമസഭാ മണ്ഡലം ഏത്? ഓപ്ഷൻസ് വായിക്കുക, ആൻസർ എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, പറവൂര്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വിജയിച്ച നിയമസഭാ മണ്ഡലം പറവൂര്. മുഖ്യമന്ത്രിയുടെ വകുപ്പുകൾ നോക്കി വെക്കണം ഏതൊക്കെയാണ് വരുന്നതെന്ന്. ധനകാര്യം, നിയമം, ആസൂത്രണം, സാമ്പത്തിക കാര്യം. ഇനി അടുത്ത ചോദ്യം, 2026 പുതിയ മന്ത്രിസഭയിൽ വ്യവസായം, ഇൻഫർമേഷൻ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, പി.കെ. കുഞ്ഞാലിക്കുട്ടി. 2026 പുതിയ മന്ത്രിസഭയിൽ വ്യവസായം, ഇൻഫർമേഷൻ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി. ഏതൊക്കെ വകുപ്പുകളാണ്? വ്യവസായം, ഇൻഫർമേഷൻ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. 2026 പുതിയ മന്ത്രിസഭയിൽ കേരളത്തിൻ്റെ ആഭ്യന്തര വിജിലൻസ് വകുപ്പുകളുടെ മന്ത്രിയായി ചുമതലയേറ്റത് ആര്? ഏത് വകുപ്പാണ്? ആഭ്യന്തര വിജിലൻസ് വകുപ്പ്. ആൻസർ ഓപ്ഷൻ സി, രമേശ് ചെന്നിത്തല. കേരളത്തിൻ്റെ ആഭ്യന്തര വിജിലൻസ് വകുപ്പുകളുടെ മന്ത്രിയായി ചുമതലയേറ്റത് രമേശ് ചെന്നിത്തല. വകുപ്പ് ഓർത്തു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ആഭ്യന്തരം വിജിലൻസ്, രമേശ് ചെന്നിത്തല. ഇനി അടുത്ത ചോദ്യം, 2026 UDF മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ആര്? 2026 UDF മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് ചുമതലയുള്ള മന്ത്രി. ആൻസർ ഓപ്ഷൻ സി, പി.കെ. ബഷീർ. പൊതുമരാമത്ത് വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി പി.കെ. ബഷീർ. ഓർത്തു വെക്കുക, പി.കെ. ബഷീർ പൊതുമരാമത്ത് മന്ത്രി. അടുത്ത ചോദ്യം, 2026 പുതിയ മന്ത്രിസഭയിൽ കൃഷി, സോയിൽ സർവേ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ആര്? കൃഷി, സോയിൽ സർവേ വകുപ്പുകളുടെ മന്ത്രി. ആൻസർ ഓപ്ഷൻ സി, ടി സിദ്ദിഖ്. കൃഷി, സോയിൽ സർവേ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ടി സിദ്ദിഖ്. ഓർത്തു വെക്കുക, ടി സിദ്ദിഖ് കൃഷി, സോയിൽ സർവേ വകുപ്പുകളുടെ മന്ത്രി. 2026 മെയ് മാസത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ പുതിയ കേരള മന്ത്രിസഭാംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ആര്? കേരള മന്ത്രിസഭാംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ഗവർണർ. കേരളത്തിൻ്റെ ഗവർണർ ഓർത്തു വെക്കുക, രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അടുത്ത ചോദ്യം, 2026 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ആൻസർ ഓപ്ഷൻ എ ആണ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. 2026 16ാം കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. 2026 പുതിയ മന്ത്രിസഭയിൽ ആരോഗ്യം, കുടുംബക്ഷേമം, ദേവസ്വം എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി ആര്? ആരോഗ്യം, കുടുംബക്ഷേമം, ദേവസ്വം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, കെ മുരളീധരൻ. ഏതൊക്കെ വകുപ്പുകളാണ് ചുമതലയുള്ളത്? ആരോഗ്യം, കുടുംബക്ഷേമം, ദേവസ്വം. ആരോഗ്യം, കുടുംബക്ഷേമം, ദേവസ്വം എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി കെ മുരളീധരൻ. 2026 മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആര്? ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മന്ത്രി. ചോദിച്ചത് ഉന്നത വിദ്യാഭ്യാസമാണ്. ആൻസർ ഓപ്ഷൻ ബി, റോജി എം ജോൺ. ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മന്ത്രി റോജി എം ജോൺ. ഇത് കഴിഞ്ഞ 10th പ്രിലിംസിൻ്റെ സ്റ്റേജിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. ഇനി ഇതുപോലെ ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരും. 2026 മന്ത്രിസഭയിൽ വൈദ്യുതി, പരിസ്ഥിതി വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി ആര്? വൈദ്യുതി, പരിസ്ഥിതി വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി. ആൻസർ ഓപ്ഷൻ എ, സണ്ണി ജോസഫ്. വൈദ്യുതി, പരിസ്ഥിതി വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി സണ്ണി ജോസഫ്. മന്ത്രി സണ്ണി ജോസഫിൻ്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? വൈദ്യുതി, പരിസ്ഥിതി വകുപ്പ്. 2026 മന്ത്രിസഭയിൽ പൊതുവിദ്യാഭ്യാസം, സാക്ഷരതാ പ്രസ്ഥാനം, വഖഫ്, ഹജ്ജ്, തീർത്ഥാടനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ ബി, എൻ ഷംസുദ്ദീൻ. ഏതൊക്കെയാണ് വരുന്നത്? പൊതുവിദ്യാഭ്യാസം, സാക്ഷരതാ പ്രസ്ഥാനം, വഖഫ്, ഹജ്ജ്, തീർത്ഥാടനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി എൻ ഷംസുദ്ദീൻ. 2026 കേരള മന്ത്രിസഭയിൽ തൊഴിൽ, മൃഗസംരക്ഷണം, വനിതാ ശിശു വികസനം എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ള വനിതാ മന്ത്രി ആര്? തൊഴിൽ, മൃഗസംരക്ഷണം, വനിതാ ശിശു വികസനം എന്നീ വകുപ്പുകൾ. ഉത്തരം ഓപ്ഷൻ ബി, ബിന്ദു കൃഷ്ണ. ഏതൊക്കെ വകുപ്പാണ് വരുന്നത്? തൊഴിൽ, മൃഗസംരക്ഷണം, വനിതാ ശിശു വികസനം. ചുമതലയുള്ള മന്ത്രി ബിന്ദു കൃഷ്ണ. 2026 മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണം, ടൗൺ പ്ലാനിംഗ് വകുപ്പുകളുടെ മന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ എ ആണ്, കെ എം ഷാജി. ഏതൊക്കെ വകുപ്പുകളാണ് വരുന്നത്? തദ്ദേശ സ്വയംഭരണം, ടൗൺ പ്ലാനിംഗ്. ഇത്രയും ചോദ്യങ്ങളാണ് വരുന്നത്.
ഇനിയും മന്ത്രിമാർ വരുന്നുണ്ട്, ബാക്കി നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് പഠിക്കണം. പിന്നെ കായികം യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OJ ജനീഷ്. അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് നിങ്ങൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ മന്ത്രിസഭയിൽ ഒരു വനിതാ മന്ത്രി കൂടിയുണ്ട്, പിന്നോക്ക ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന. ആ മന്ത്രിയുടെ പേരെന്താണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. എല്ലാവർക്കും താങ്ക് യു.